ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അക്ഷയതൃതീയ കനകധാര യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞവേദിയിലാണ് യജ്ഞം നടക്കുന്നത്. കനകധാര യന്ത്രങ്ങളും മഹാലക്ഷ്മിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികം അടക്കം ചെയ്ത സ്വർണം, വെള്ളി, പഞ്ചലോഹ നെല്ലിക്കകളും യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചു. ആദിശങ്കരന്റെ 32 ജീവിത വർഷങ്ങളെ പ്രതിനിധീകരിച്ച് 32 വേദപണ്ഡിതരാണ് യജ്ഞത്തിൽ പങ്കാളികളാകുന്നത്. 1008 ഒരു കനകധാര സ്തോത്ര ജപം പൂർത്തിയാക്കി അക്ഷയതൃതീയ ദിനമായ മെയ് 10 രാവിലെ 9 മണിയോടെ യജ്ഞവേദിയിലെ മഹാലക്ഷ്മി വിഗ്രഹത്തിൽ സ്വർണം, വെള്ളി, പഞ്ചലോഹ നെല്ലിക്കകളാൽ കനകാഭിഷേകം നടത്തും. തുടർന്ന് പ്രസാദ വിതരണം ആരംഭിക്കും. സ്വർണം, വെള്ളി, പഞ്ചലോഹ നെല്ലിക്കകൾ ധരിക്കുന്നതും വീടുകളിൽ വയ്ക്കുന്നതും ധനധാന്യ സമ്പദ് വർധനവ് ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. യജ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ സുഹൃത ഹോമം നടക്കുന്നുണ്ട്. അക്ഷയതൃതീയ ദിനമായ 10 കനകധാര ഹോമവും ഉണ്ടാകും.